ചപ്പാത്തി സോഫ്റ്റ് ആകാൻ ശരിക്കും ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ലേ. ഞാനിപ്പോൾ 4 പേർക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യം മാത്രം ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ചൂടുവെള്ളം ചേർക്കുവോ പാല് ചേർക്കുവോ ഒരുപാട് നേരം കുഴയ്ക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് പൊടിയുടെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ നമ്മളിത് ഇതുപോലെ ഒന്ന് കുഴയ്ക്കുന്നുള്ളൂ. പിന്നെ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം, ചൂടുവെള്ളം ഒന്നും വേണ്ട, പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മാവിൻ്റെ ആ ഒരു പരുവത്തിന് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒരുപാട് നേരം കുഴയ്ക്കുകയും വേണ്ട. അതുപോലെ തന്നെ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ അത് വെക്കുകയും വേണ്ട കേട്ടോ. നമുക്ക് എപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്നു അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കുകയും ചെയ്യാം. പൊടി കുഴച്ച് കഴിയുമ്പോഴത്തേ പാത്രം ഇതുപോലെ ക്ലീനായിട്ട് വരുവാണെങ്കിൽ അത് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുണ്ടായി. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് എല്ലാം ഒന്ന് പൊടിയൊക്കെ തൂത്ത് നമുക്കതൊന്ന് പരത്തിയെടുക്കുമ്പോഴത്തേന് ഞാൻ ചെറിയ ബോളുകളാണ് എടുക്കുന്നത്. പിന്നെ പരത്തുമ്പോഴത്തേന് ഒരുപാട് അമക്കിയല്ല, പക്ഷേ എന്നാൽ നല്ല നൈസായിട്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ബോൾസിനെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ചപ്പാത്തി പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരികയും ചെയ്യും. കുറച്ച് ഭാഗം കട്ടി കൂടിയിരുന്നാലല്ലേ അതിങ്ങനെ വീർത്ത് വരാണ്ടിരിക്കുകയുള്ളൂ, നല്ല ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. അപ്പം എല്ലാ ഭാഗവും ഒരുപോലെ ഒന്നാകത്തക്ക രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മളിത് കുഴയ്ക്കുമ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചപ്പാത്തി ചുടുമ്പോൾ നമുക്കിതിനകത്തേക്ക് എണ്ണ ചേർക്കുകയൊന്നും വേണ്ടായേ. അങ്ങനെ അതേ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി വരെ ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ചൂടുവെള്ളം ഒഴിക്കുകയോ ഒരുപാട് നേരം കുഴയ്ക്കുകയോ ഒന്നും വേണ്ട. കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.